നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 4-5 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. നമുക്ക് ഏവർക്കും വളരെ പരിചിതമായ ഒരു ദൈവവചനമാണ് അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് നമ്മൾ വായിച്ചത്. യേശുക്രിസ്തുവിൻ്റെ 33 വർഷത്തെ ജീവിതത്തെ 4 എഴുത്തുകാർ അവർക്ക് കൊടുത്തിരിക്കുന്ന ആത്മീക വീക്ഷണത്തിൽ നിന്നുകൊണ്ട് എഴുതിയിരിക്കുന്നതിനകത്ത് മത്തായി എഴുതിയ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു, 70 ശിഷ്യന്മാരുണ്ടായിരുന്നു. മർക്കോസി വായിക്കുന്ന ശിഷ്യന്മാരുടെ കൂട്ടമുണ്ടായിരുന്നു. പൗലോസ് കൊരിന്തിലെ സഭയ്ക്ക് എഴുതി 500-ലധികം പേരുണ്ടായിരുന്നു. അങ്ങനെങ്കിൽ 12 പേരല്ല, യേശുവിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശു ആദ്യം തിരഞ്ഞെടുത്തത് 12 പേരെയാണ്. കർത്താവ് വന്നത് തൻ്റെ രാജ്യം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്. ആ രാജ്യം പഠിപ്പിക്കാൻ യേശു ഒറ്റയ്ക്കല്ല ശുശ്രൂഷ ചെയ്തേ, യേശു 12 പേരെ കൂടെ തിരഞ്ഞെടുത്തു. അതിനകത്ത് 3 പേര് ഒത്തിരി വ്യത്യസ്തരായിരുന്നു. ഒരു ചർച്ചിൽ ഒത്തിരി വിശ്വാസി ഉണ്ടെങ്കിലും, ഒരു ദേശത്ത് ഒത്തിരി പാസ്റ്റർമാരുണ്ടെങ്കിലും, ചിലരൊക്കെ ദൈവത്തിന് വ്യത്യസ്തരാ. അതാരാന്ന് ചോദിച്ചാൽ അവരുടെ നെറ്റിക്ക് എഴുതിയൊന്നും വെച്ചിട്ടില്ല. അത് അവർക്ക് മാത്രം അറിയാം. അവർ ദൈവത്തിന് ഒത്തിരി വ്യത്യസ്തരാ. നിങ്ങൾക്കറിയാവുന്നൊരു കണക്ക് ഞാൻ ചോദിക്കട്ടെ, 12-ൽ പെടുവോ, 70-ൽ പെടുവോ, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടുവോ, 500 പേരുടെ പെടുവോ, അതോ 3 പേരുടെയിൽ നിങ്ങൾ പെടുവോ? അത് അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആത്മീക അളന്നു നോക്കാൻ പറ്റത്തില്ല, അത് അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കർത്താവ് ഈ തൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ പല ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്, മറ്റു പലരെ മാറ്റി നിർത്തിയിട്ട് ഈ 3 പേരുമായിട്ട് മാത്രം കർത്താവ് ശുശ്രൂഷയ്ക്ക് ചെല്ലുന്നത്. അതിനകത്ത് ഒരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, ഇവര് 3 പേരല്ലാതെ മറ്റാരും കർത്താവിനൂടെ ചെല്ലുവാൻ കർത്താവ് സമ്മതിച്ചില്ല. അവര് ശിഷ്യന്മാരല്ലാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം, കർത്താവിന് സ്തോത്രം, മറ്റുള്ളവരിൽ വെച്ച് ഒരു വ്യത്യസ്തനായി മാറേണ്ടത് അവരവരുടെ മാത്രം ഉത്തരവാദിത്വമാണ്. എല്ലാവരും കൈയടിക്കുന്നു, ഞാനും കൈയടിക്കുന്നു. എല്ലാവരും പാട്ട് പാടുന്നു, ഞാനും പാട്ട് പാടുന്നു. വ്യത്യസ്തരാകുന്ന എങ്ങനെയാ പാസ്റ്ററെ? എല്ലാവരും ചെറുകെ കൈയടിക്കുമ്പോൾ ഞാൻ ഉറക്കെ കൈയടിക്കണം? അങ്ങനല്ല. ഹല്ലേലൂയ. എങ്ങനെയാണ് ഒരാൾക്ക് വ്യത്യസ്തനാകാൻ കഴിയുന്നത്? സ്തോത്രം. നമ്മൾ ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ യേശു ഈ 3 പേരെ കൊണ്ട്, നമ്മൾ പള്ളിപ്രമാണിയായ ആയിറോസിന്റെ കൊച്ചിന്റെ സൗഖ്യത്തിന് യേശു അവിടെ ചെല്ലുമ്പോ 9 പേരെ വെളി നിർത്തി, 3 പേരെയും കൊണ്ട് കർത്താവ് അകത്ത് പോയി. അതെന്താ അങ്ങനെ പോയെ? യേശു ഗെത്സമനെ പ്രാർത്ഥിക്കുമ്പോ 9 പേരെ ഒരു സ്ഥലത്തിരുത്തിട്ട് 3 പേരെയും കൊണ്ട് മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ പോയി. 12 പേരെ താഴെ നിർത്തി വെച്ച് 3 പേരെയും കൊണ്ട് മലയുടെ മുകളിൽ പോയി. അന്നെ ദൈവത്തിന് മുഖവശം ഉണ്ടോ? ഇല്ല. ഞാനൊരു കാര്യം പറയാം, ഒരാൾ രക്ഷിക്കപ്പെടുന്ന അന്ന് മുതൽ ദൈവത്തോട് കൂടെയുള്ള യാത്ര തുടങ്ങുക. അപ്പം മനസ്സലിഞ്ഞ് മുട്ടായി തരാനും, അപ്പം മനസ്സലിഞ്ഞ് വീട് തരാനും, അപ്പം മനസ്സലിഞ്ഞ് കാറ് തരാനും വരുന്നവനെയും ലോഡ്, മറിച്ച് അപ്പന്റെ കൂടെ മരിക്കുന്നവരെ നടക്കാൻ ഇറങ്ങുന്നവനെ അപ്പന് നന്നായി തിരിച്ചറിയാം. ഹല്ലേലൂയ. നമ്മൾ എന്താണ് നമ്മുടെ ലക്ഷ്യം? സ്തോത്രം. ഒരിക്കൽ ഞാനൊരാളെ കോട്ടയം ചർച്ചിൽ സ്നാനപ്പെടുത്തി കഴിഞ്ഞ് ആ ചർച്ചിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സ്നേഹിതനോട് അദ്ദേഹം പറഞ്ഞു,
എൻ്റെ വീട് പണി തീരുന്നതിൻ്റെ അന്ന് ഞാൻ പോകും കേട്ടോ. അപ്പൊ കർത്താവിന് അറിയാം നീ വീട് പണിയാൻ വന്നാന്ന്. കർത്താവിന് ഒരു പ്രോബ്ലവും ഇല്ല, നീ പണിതോ വീട്. മോളെ കെട്ടിക്കാൻ നീ വന്നാന്ന് കർത്താവിന് അറിയാം, നീ കെട്ടിച്ചോ, നിന്റെ കൊച്ചു കെട്ടിക്കോട്ടെ. നീ ചില കാശിന് വന്നോ, നീ കാശ് വാങ്ങിച്ചോ, അതിനൊന്നും എതിരില്ല. പക്ഷെ നീ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ പ്രാപിക്കുന്നത് പണമല്ല, വീടല്ല, കാറല്ല, കല്യാണമല്ല, വില മതിക്കാൻ കഴിയാത്തതാ. അത് കാണണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ കൂടിയവന്റെ കണ്ണ് തുറക്കണം. ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഈ ഭാഗത്തെങ്ങും വരാൻ പറ്റാത്തത് കൊണ്ട് വളരെ വേഗം ദൈവവചന ചിന്തകളിലേക്ക് വരാം. ഇപ്പൊ നമ്മള് മത്തായി സുവിശേഷത്തിലെ കാര്യം മാത്രമാണ് പറയുന്നത്. മറ്റിടത്തല്ല ഇവരെയും കൊണ്ട് മാത്രം പോയപ്പോൾ നടന്ന കുറെ മറ്റു എങ്ങും നടക്കാത്ത സംഭവങ്ങൾ ബൈബിളിൽ വിവരിക്കാനുണ്ട്. എന്നാൽ ഇന്നും നിങ്ങളോടുള്ള ദൂത ഞാൻ പറയാൻ പോകുന്നത്. കർത്താവിന് സ്തോത്രം. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, അവര് 3 പേരെയും കൊണ്ട് കർത്താവ് ഒരു മലയിൽ കയറിപ്പോയി. എന്നിട്ട് സ്തോത്രം മുകളിലത്തെ വാക്യത്തിലുണ്ട്, അവൻ തേജസ്സിനാൽ നിറയപ്പെട്ടു. അതിന്റെ മുകളിലത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? കർത്താവിന് സ്തോത്രം. 1-ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചൊരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ഇനി അവിടെ തൊട്ട് ഒന്നുകൂടെ വായിക്കണേ. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ചില വർഷങ്ങളായി ഈ മൂവർ യേശുവിന്റെ കൂടെ നടക്കുക. 5 അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോൾ കാണാത്തൊരു മുഖം ഇവിടെ കണ്ടു. മരിച്ചവനെ ഉയർപ്പിച്ചപ്പോൾ കണ്ടിട്ടില്ലാത്തൊരു മുഖം ഇവിടെ വെച്ച് കണ്ടു. അപ്പൊ അവർക്ക് മനസ്സിലായി, ഞങ്ങൾ കൂടിയവൻ സാധാരണക്കാരനല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവ സാന്നിധ്യം അവന്റെ മുഖത്ത് വെളിപ്പെട്ടു. ഇനി ആ വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കി. ഈ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് വായിച്ചു നോക്കി. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി. ഞാനൊരു കാര്യം പറയാം. ക്രിസ്തുവിനെ പറ്റി ഒരാൾക്കുള്ള കാഴ്ചപ്പാടാണ് അവനെ വ്യത്യസ്തനാക്കുന്നത്. ഒരാമയും പറഞ്ഞാട്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരാൾക്കുള്ള കാഴ്ചപ്പാട്. നിനക്ക് ക്രിസ്തുവിനെ കുറിച്ച് എന്താണ് കാഴ്ചപ്പാട്? ഹല്ലേലൂയ. ആ കാഴ്ചപ്പാടാണ് നിന്റെ ലൈഫിനെ ഇളക്കി മറിക്കുന്നത്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവർക്ക് മനസ്സിലായി, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവൻ അല്ല ഇത്. മരിച്ചവനെ ഉയർപ്പിച്ചവൻ അല്ല. അവന്റെ മേൽ തേജസ് നിറഞ്ഞു നിൽക്കുക. എന്തോ എഴുതിക്കുന്ന മുഖം എന്താണ്? വാക്യം ശ്രദ്ധിച്ചേ. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും. എന്നിട്ട് ഒരു കാഴ്ചയാണ്. അവരുടെ മുമ്പിൽ യേശു വന്ന് രൂപാന്തരപ്പെട്ടിട്ട് പഴയ നിയമത്തിൽ വേദപുസ്തക ചരിത്രത്തെ ഇളക്കി മറിച്ച 2 ദൈവ മനുഷ്യർ അവനോട് സംഭാഷിക്കുക. അതിനർത്ഥം എന്തുവാ? മരിച്ചു സ്വർഗത്തിൽ പോയവൻ അവിടെ വന്നെന്ന് പറഞ്ഞാൽ സ്വർഗം മുഴുവൻ ആ സാന്നിധ്യത്തിൽ നിറഞ്ഞു നിൽക്കുക. ഇനിയും വേണം ഈ ദൂത് നമുക്ക് ചിന്തിക്കാനായിട്ട്. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ചേ. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, ഇവിടെ തൊട്ടാ നമ്മൾ വായിച്ചേ. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. എവിടെ? ഈ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നത് നന്ന്. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. ദൈവ സാന്നിധ്യം ലൈഫിൽ അനുഭവിക്കാത്തവന്റെ ജീവിതം ശൂന്യമാണ്. നീ ഏത് കാറിൽ വന്നെന്നല്ല ചോദ്യം, നീ ദൈവ സാന്നിധ്യം ചുമക്കുന്നവനാണോ? ഈ ബൈബിളിന്റെ ഒരു സിസ്റ്റം ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കാം. എന്നോട് കർത്താവിന്റെ ആത്മാവ് ഒറ്റ കാര്യം എന്ന് പറയുന്നുള്ളൂ. പല പൈശാചിക സാന്നിധ്യങ്ങളും ഇന്നും നിന്നോട് ബന്ധപ്പെട്ട് നിന്റെ ലൈഫിൽ നിന്ന് മാറിപ്പോകും. മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ദൈവ സാന്നിധ്യം, അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ദൈവ സാന്നിധ്യം, നിന്റെ ലൈഫിനെ മാറ്റി മറിക്കുന്ന ദൈവ സാന്നിധ്യം. ഓ നന്ദി കർത്താവേ. ഓ യേശുവിന്റെ നാമത്തില് ഒരു ദൈവ സാന്നിധ്യം. ഞാനൊരു പദം എനിക്ക് കിട്ടിയത് ഞാൻ ആത്മാവിൽ കിട്ടിയത് പറയുക. ദൈവത്തിന് സ്തോത്രം. ദൈവ സാന്നിധ്യം നിങ്ങളെ പൊതിയാൻ പോവുകയാ. ഓ ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വീടിന്റെ അന്തരീക്ഷത്തിൽ അഴിയാത്ത ശാപങ്ങളെ അഴിക്കുവാൻ നിന്റെ വീടിനെ ദൈവ സാന്നിധ്യം പൊതിയാൻ പോവുക. നിന്റെ തലമുറയെ. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ആ വാക്യം വായിച്ച് പൂർത്തീകരിച്ചിട്ട് നമുക്ക് വചനത്തിലോട്ട് വരാം. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. ഒരു പദം നമ്മൾ എടുത്തു, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. വായിച്ചാട്ടെ, അടുത്തൊരു പദം കൂടെ എടുക്കാൻ പോവാ. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. 2, ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്ങൾ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. 3, ആ സാന്നിധ്യത്തിനകത്ത് ഒരു ശബ്ദം മുഴങ്ങി. ഈ 3 കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കാമെന്നാണ് ഞാൻ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ബോധ്യപ്പെട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ തുടക്കത്തിലെ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയോണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ലേലും വിഷമിക്കരുത്. മറ്റാരുടെ ലൈഫിലും ഇല്ലാത്തൊരു സാന്നിധ്യം നിന്റെ ലൈഫിൽ ദൈവം ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുവാണ്, ചില വീടിന്റെ അന്തരീക്ഷങ്ങൾ ദിവസങ്ങളിൽ മാറും. ഈ ബൈബിള് നമ്മൾ പഠിക്കുമ്പോഴേ, സ്തോത്രം, ബൈബിള് നമ്മൾ പഠിക്കുമ്പം ദൈവം ഒരു മനുഷ്യനോട് ഇടപെടുകയോ ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിക്കാൻ തുടങ്ങുകയോ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ആ മനുഷ്യൻ ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെടാൻ തുടങ്ങും. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം ഒരു വ്യക്തിയോട് ഇടപെടുന്നതിന് മുമ്പ്, ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നതിന് തൊട്ടു മുമ്പ് ആ വ്യക്തിയിൽ ആദ്യം നടക്കുന്ന പ്രവൃത്തി, അവനെ ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവം അങ്ങോട്ട് നിറയ്ക്കാൻ തുടങ്ങും. ഞാൻ എന്തിനാ ഇപ്പൊ ഈ ദൂത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഹല്ലേലൂയ. ആമേൻ. നീ ഉപയോഗിക്കപ്പെടാനും പ്രയോജനപ്പെടാനും ഒക്കെ സമയം അടുത്തിരിക്കുക. അതുകൊണ്ട് നിന്റെ അന്തരീക്ഷങ്ങൾ മാറിയേ പറ്റൂ. ഓ ഹല്ലേലൂയ. നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറിയേ പറ്റൂ. നിന്റെ സന്തതിയുടെ അന്തരീക്ഷം മാറിയേ പറ്റൂ. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇനി ദൈവ സാന്നിധ്യത്തിന് ഒരു പ്രത്യേകത ഞാൻ പറയാം. കർത്താവിന് ചിലര് പറയും, ബ്രദറെ ഭയങ്കര കടബാധ്യതയാ. ചിലർ പറയും, ബ്രദറെ ഭയങ്കര മാരക രോഗമാ. ചിലർ പറയും, ബ്രദറെ ഭയങ്കര ശാപമാ. ഇതെല്ലാം പൊട്ടുന്ന എവിടാന്നറിയാമോ? വ്യക്തികളിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കുമ്പോഴാണ്. ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കയ്യടി കൂട്ടുന്നതല്ല, കസേര മറിക്കുന്നതല്ല, താഴെ വീഴുന്നതല്ല. എന്തുവാ ദൈവ സാന്നിധ്യം എന്ന് ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണമേ, എന്താ ദൈവ സാന്നിധ്യം എന്ന് ഞാൻ നിങ്ങളോട് പറയാം. കർത്താവിന് സ്തോത്രം. നിന്റെ ലൈഫിനെ നീ അല്ല നിയന്ത്രിക്കുന്നത്, ദൈവം നിയന്ത്രിക്കുന്ന ഒരു ഫീല്. ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ നിലയ്ക്കും, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ നിലയ്ക്കും. എന്നോട് ദൈവാത്മാവ് പറയാം, നിന്റെ ശാരീരിക തലത്തിൽ സൗഖ്യത്തിന്റെ കൃപ ആരും പ്രാർത്ഥിക്കാതെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതിനർത്ഥം എന്തുവാ? നീ ദൈവ സാന്നിധ്യം സ്വീകരിക്കാൻ തുടങ്ങി. ഈ ബൈബിളിൽ നിങ്ങൾ പഠിച്ച്, ഞാൻ ബൈബിളിന്റെ തെളിവിലേക്ക് വരാം. സങ്കീർത്തനത്തിനൊരു വാക്യം എഴുതിയിട്ടുണ്ട്, ഞാൻ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ച് എൻ്റെ സാന്നിധ്യത്തിൽ മറയ്ക്കും. ഒരാമയും പറയണം. അപ്പൊ ദൈവഹിതമില്ലാത്ത എല്ലാ കൂട്ടുകെട്ടും പൊളിയണം, എന്നിട്ട് നീ ദൈവ സാന്നിധ്യത്തിൽ മറയണം. ഒരാമയും പറഞ്ഞാട്ട്. വേറൊരു വാക്യം, ദൈവസന്നിധി കഴിക്കുന്ന ഒരു ദിവസം. വാക്യം വേറെ. ഓ ഹല്ലേലൂയ. ഇനിയും അവന്റെ പ്രാകാരത്തിൽ പാർക്കേണ്ടതിന് തിരഞ്ഞെടുത്ത് അടുപ്പിച്ചിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരാമയും പറയണം. നിന്റെ വീട്ടിൽ വെച്ച് നീ വ്യത്യസ്തനാകുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ, നീ വഹിക്കുന്ന ദൈവ സാന്നിധ്യം. ഈ യഥാർത്ഥമായിട്ടൊരു ദൈവ പൈതൽ ദൈവ സാന്നിധ്യം വഹിച്ചാൽ അവന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ജീസസ്
മറ്റൊരാളുടെ അകത്തെ ദൈവ സാന്നിധ്യം ഉണർത്തുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം, നിന്റെ വീടിന്റെ അന്തരീക്ഷം വരെ ഇന്ന് ക്ലിയർ ആകണം. നിന്റെ മേൽ ഒരു ദൈവ പദ്ധതി ഉണ്ട്. അത് വെളിപ്പെടണമെങ്കിൽ ആദ്യം ഈ ദൈവ സാന്നിധ്യം നിന്റെ വീടിനകത്ത് വരണം, നിന്റെ മിനിസ്ട്രിയിൽ വരണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? മോശ എന്ന് പറയുന്ന മനുഷ്യനൊക്കെ കൊതിക്കാൻ കാര്യം എന്നാ? മോശ ദൈവത്തോട് പറയുക, കർത്താവേ, എനിക്ക് ഈ ജനത്തെ നടത്താൻ 5 കോടി വാങ്ങി തരണം, എനിക്ക് 50 പാസ്റ്റർമാരെ തരണം. അന്നൊന്നുമല്ല പ്രാർത്ഥിച്ചേ, കർത്താവേ, നിന്റെ സാന്നിധ്യം ഇത് അനുഭവിച്ചാലേ ഈ കൊതി വരൂ. എല്ലാരും നിന്റെ വീട്ടിൽ ബഹളം ഉണ്ടാക്കുമ്പോൾ നീ ബഹളം ഉണ്ടാക്കാത്ത എന്നാ? നീ ദൈവ സാന്നിധ്യം കൊതിക്കുന്നവരാ. ഓ ഹല്ലേലൂയ. ഈ ചിലരൊക്കെ പറയും, കർത്താവേ, എൻ്റെ മക്കളെ ദൈവ സാന്നിധ്യം നിയന്ത്രിക്കണേ. നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശൈലി മാറ്റണം. നിങ്ങൾ ഒത്തിരി പറഞ്ഞിട്ടും നന്നാകാത്ത കേസ് ദൈവ സാന്നിധ്യം വന്നാൽ നന്നാകും. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത കാര്യം ദൈവ സാന്നിധ്യം വന്നാൽ നടക്കും. ഈ മീറ്റിംഗിന്റെ സൗന്ദര്യം ഞാനോ പാസ്റ്ററോ പ്രസംഗിക്കുന്നതല്ല, ഇവിടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യമാ ഈ മീറ്റിംഗിന്റെ സൗന്ദര്യം. ഓ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരാളെ ദൈവ സാന്നിധ്യത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ഭയങ്കര പാടാ. രക്ഷിക്കപ്പെടാൻ എളുപ്പ, സ്നാനപ്പെടാൻ എളുപ്പ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ എളുപ്പ, സഭയെ മെമ്പറാകാൻ എളുപ്പ, സഭയെ കല്യാണം കഴിക്കാൻ എളുപ്പ, സഭയെ കൊച്ചിനെ പ്രതിഷ്ഠിക്കാൻ എളുപ്പ, സഭയിൽ വീട് പ്രതിഷ്ഠിക്കാൻ എളുപ്പ. പക്ഷേ സഭയിലെ ഒരു വിശ്വാസിയെ ദൈവ സാന്നിധ്യത്തിൽ ഇരുത്താൻ വലിയ പാടാ, വലിയ പാടാ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഒരിടത്ത് യാഗം കഴിക്കുമ്പോൾ ബൈബിളിൽ നിയമമുണ്ട്, മേളിൽ നിറങ്ങിയ തീ കലശത്തിൽ കൊണ്ടു നടക്കണം, അന്യാഗ്നി കത്തിക്കാൻ പാടില്ല. എന്താ? നിന്റെ യാഗത്തിൽ പോലും നിന്റെ സ്തോത്രത്തിൽ പോലും മേളിൽ നിന്നുള്ള തീ ആയിരിക്കണം. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഞാൻ ഇനി ഇച്ചിരുടെ ഗഹനമായിട്ടൊരു കാര്യം പറയാം. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, വ്യർത്ഥ സംസാരങ്ങളിൽ ഒന്നും ഏർപ്പെടാതെ ഒരു മനുഷ്യൻ ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഓർത്തോണം, അവൻ എന്തോ വലിയത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ചില വീടുകളെ ദൈവ സാന്നിധ്യം ഇന്ന് മൂടണം. ബൈബിളിലെ ഒരു ഭാഗം നിങ്ങളുടെ മനസ്സിൽ ഞാൻ കൊണ്ടുവരാം. കർത്താവിന് സ്തോത്രം. ഈ മോശ എന്ന് പറയുന്ന ദൈവ മനുഷ്യനെ ജനിപ്പിച്ചത് തന്നെ 40 ലക്ഷം ജനത്തെ വിടുവിക്കാനാ. എന്തിനാണ് 40 ലക്ഷത്തോളം വരുന്ന ജനത്തെ വിടുവിക്കാനാ? പക്ഷെ മോശ ജനിച്ചത് കൊണ്ടോ മോശ കൊട്ടാരത്തിൽ വളർന്നത് കൊണ്ടോ ജനം വിടുവിക്കപ്പെട്ടില്ല. നീണ്ട 80 വർഷം ആ പദ്ധതി സൈലന്റ് ആയിരുന്നു. എന്നാൽ പുറപ്പാട് 3 വായിക്കുമ്പോൾ അന്ന് വരെ കാണാത്തൊരു ദൈവ സാന്നിധ്യം മോശ പർവ്വത മുകളിൽ കണ്ടു. എന്റെ കാര്യം എന്നാ? മോശയെ എന്തോ ഏൽപ്പിക്കാൻ പോവുക, മോശയെ എന്തോ ഫലമേൽപ്പിക്കാൻ പോവുക. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. വേറൊരു കൂട്ടരുണ്ട്, അവർ ഇച്ചിരുടെ വ്യത്യസ്തരായ മനുഷ്യരാ. അവരുടെ പ്രത്യേകത പറയാം, ദൈവം അവരെ ഉപയോഗിക്കാൻ പ്ലാൻ ഇല്ലെങ്കിലും അവർക്ക് ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹമുണ്ട്. ഒരാമയും പറഞ്ഞാട്ടെ. എല്ലാവരുടെയും കൂട്ടത്തിൽ നിന്നെ വെക്കാൻ ദൈവം തീരുമാനിച്ചിട്ടില്ല, പക്ഷെ നിന്റെ ആഗ്രഹം കണ്ടാൽ നിന്നെ ഉപയോഗിക്കും ദൈവം. യോശുവ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ബൈബിൾ വായിക്കുന്നത് കേൾക്കണോ? അവൻ ദൈവ സാന്നിധ്യം ഇറങ്ങിയ കൂടാരം വിട്ടുപിരിയാതിരുന്നു. ഒരാമയും പറഞ്ഞാട്ടെ. എന്നോട് ദൈവത്തിന്റെ ആത്മാ പറയാ, നീ ദൈവത്തിന്റെ ലിസ്റ്റിൽ ഇല്ലെങ്കിലും നീ ആ ലിസ്റ്റിൽ കയറി പറ്റണം നിന്റെ ആഗ്രഹം കൊണ്ട്. എത്ര പേര് ആമയും പറയാൻ പറ്റും? ചെല്ല നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഞാനൊരിക്കലും ചർച്ചിൽ പ്രസംഗിക്കാനായിട്ട് എന്നപ്പോ ഹല്ലേലൂയ പ്രസംഗം കഴിഞ്ഞ് ഹല്ലേലൂയ ഞാൻ ആ ഹോളി പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിന് സ്തോത്രം ഇരിക്കുക. കുറേ പേരുണ്ട്, 10,000 കസാര ഇട്ടേക്കുന്ന ഒരു ചർച്ച. അപ്പൊ ഞാൻ നോക്കിയപ്പം നല്ല വെള്ള ജുബായും വെള്ള മുണ്ടും ഒക്കെ ഇട്ടൊരു അച്ചായന് സ്തോത്രം ഒരു തോർത്ത് കൊണ്ട് എല്ലാ കസാറയും തുടച്ച് അടുക്കി അടുക്കി വെക്കുക. അപ്പൊ ഞാൻ ഓർത്ത് ചിലപ്പോ ഇവിടെ കസാറ ഇടുന്ന ആളായിരിക്കുമെന്ന്. ഏറ്റവും ഒടുവിൽ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ ചോദിച്ചു, എന്തു വച്ചാ ജോലി എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഈ സിറ്റിയില് ബിസിനസ്സാന്ന് പറഞ്ഞു. ഈ സിറ്റിയില് ബിസിനസ്സാന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ പിന്നെ കൂടുതൽ ചോദിച്ചില്ല, പ്രാർത്ഥിച്ചു. പ്രയർ കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറയുക, ഈ ചർച്ചിലെ ഏറ്റവും വലിയ കോടീശ്വരനാ അച്ചാൻ. അച്ചാനും പിള്ളേരും കൂടെ ഈ ചർച്ച് വെച്ച് തന്നെ ലോഡ്. ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാ കസാറ?
അച്ഛൻ പറഞ്ഞ ഒരു കസാര ഇട്ടായാലും എനിക്ക് അനുഗ്രഹം വേണം. കണ്ടോ ചിന്താഗതി കണ്ടോ? നമുക്കാന്ന് ഒരു കതറുടുപ്പുണ്ട്. നമ്മൾ ലൈഫിൽ കസാര ഇടുന്നത് പോട്ട് ചരിഞ്ഞു കിടന്ന് നമ്മളൊരാളെ നേരിട്ട് ഇരിക്കട്ടെ. ശ്രദ്ധിക്കണം. ഈ നമ്മളൊരു കുപ്പി വെള്ളം കുടിച്ചാൽ ആ കുപ്പി നമ്മൾ ഇരിക്കുന്നിടത്ത് വെച്ചാൽ കണ്ണു കാണിക്കും, ക്ലീൻ ചെയ്തേക്കണോ. സ്തോത്രം. ഞാനൊരിക്കൽ സുൽത്താൻ ബത്തേരി ചെന്നപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. ബത്തേരി ചെന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ പോയി ഒരു 7up കുടിച്ചു. 7up കുടിച്ചപ്പോൾ ഒരു മുട്ടായി വാങ്ങിച്ചു. ആ മുട്ടായി കഴിച്ച കവർ ചെയ്യാന് നമ്മുടെ കോട്ടയത്ത് ഇടുന്ന പോലെ നമ്മളങ്ങിട്ട് ഇട്ടപ്പോ അവിടെ നിന്നൊരു അടിപൊളി മനുഷ്യൻ വന്ന് ആ കവർ എടുത്തോണ്ട് പോയി ഒരു ബാസ്ക്കറ്റിൽ ഇട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. വെളിരാജ്യത്ത് പോയാൽ നമ്മള് വണ്ടിക്കകത്ത് തന്നെ സൂക്ഷിക്കും, പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വേസ്റ്റ് കളയുക. അപ്പം ഞാൻ അവിടുത്തെ കടക്കാരന് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ. അപ്പം പറഞ്ഞു ഇതൊരു ക്ലീൻ സിറ്റിയാ, ഇവിടെ ഒരു നിയമമുണ്ട്, എവിടെ വേസ്റ്റ് കണ്ടാലും കാണുന്നവൻ എടുത്തോണം. ആരിട്ടെന്ന് ഇടുന്നവനോട് ചൂടാകാൻ പാടില്ല. വേസ്റ്റ് ഇടുന്നത് അവന്റെ വിവരക്കേട്. നിങ്ങൾ എന്നെ നോക്ക്, എന്നെ പ്രതിയാക്കിയല്ലേ പറയുന്നേ. ഞാൻ എന്നിട്ട് കുറെ നേരം കഴിഞ്ഞ ഒരു അരമണിക്കൂർ നമുക്ക് ഏതെങ്കിലും ഒരു പേപ്പർ ഇട്ട് അതൊന്ന് ഇട്ടേച്ച് വേണം എനിക്ക് പോവാൻ. ഞാൻ 45 മിനിറ്റ് തന്നു പേപ്പർ പോയിട്ട് ഒരു പൊടി പോലും ഒരു. അപ്പൊ നേരം മനസ്സിലായി ഇവിടുത്തുകാർക്കല്ല ഈ സിസ്റ്റം അറിയാം. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു മനുഷ്യനെ ദൈവം എന്തെങ്കിലും ഫലമേൽപ്പിക്കുന്നതിന് മുമ്പ് ചില പറത്തില്ലേ പക്ഷേ ഇത്രേ നാള് പ്രാർത്ഥിച്ചിട്ട് ഒരു സ്വപ്നം പോലും കണ്ടില്ല. അതിന്റെ കാരണം നീ ദൈവ സാന്നിധ്യം ഇന്നു വരെ അനുഭവിച്ചിട്ടില്ല. ഞാൻ തുറന്നു പറയാ, കയ്യടി അല്ല ദൈവ സാന്നിധ്യം. കനസ് പാടിയപ്പോൾ മോൻസി കീബോർഡ് റിതം കൂട്ടിയിട്ടതല്ല ദൈവ സാന്നിധ്യം. ഒരുവനിൽ ദൈവ സാന്നിധ്യത്താൽ പൊതിയപ്പെട്ടാൽ ഈ ഇസ്രായേൽ മക്കൾ പറയും എന്റെ ദൈവം ആരാന്നറിയാമോ? മഞ്ഞിൽ പൊതിഞ്ഞ് മന്ന തരുന്നവനാ. എന്റെ ദൈവം ആരാന്നറിയാം? കാറ്റിൽ പൊതിഞ്ഞ് കാടയെ തരുന്നവനാ. എന്നാൽ പത്രോസിനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ശുശ്രൂഷകരോട് ചോദിച്ചാൽ അവര് പറയും എന്റെ ദൈവം സാന്നിധ്യത്തിൽ പൊതിയുന്നവനാ. പറയണം ആവിചാരങ്ങളും മന്ത്രവാദങ്ങളും നേർച്ചകളും പൂജകളും ഹോമങ്ങളും പ്രാർത്ഥിക്കുന്ന നിനക്കതിനെ കരുതുള്ളുമ്പോൾ അവർക്ക് അടുക്കാൻ വയ്യാത്തൊരു ദൈവ സാന്നിധ്യം. എനിക്ക് ഒരൊറ്റ മേഖല തൊട്ടേച്ച് ഞാൻ പ്രസംഗം നിർത്തും. ചില വ്യക്തികൾ ദൈവ സാന്നിധ്യം ചുമക്കുക. അതുകൊണ്ടാ പറഞ്ഞ നീ എവിടെ ചെന്നാലും നീ നിമിത്തം ആ വീട് ബ്ലെസ്ഡ് ആവും. നീ നിമിത്തം ആ പട്ടണം അനുഗ്രഹിക്കപ്പെടും. നീ നിമിത്തം ആ കുടുംബം ബ്ലെസ്ഡ് ആവും. യോസഫ് പൊത്തിപ്പറി യോസഫിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കാൻ കഴിയല്ല. വേറെ ഒരു കാര്യവുമില്ല. അന്ന് വരെയുള്ള പൊത്തിപ്പറിന്റെ മൊത്തം ഗതികേടും ഈ മനുഷ്യൻ വീട്ടിൽ വന്ന ദിവസം മാറിയെന്ന്. ഞാൻ നിന്നോടൊരു കാര്യം പറയാം. കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കുഞ്ഞിനോട് ജോലി കിട്ടണേ 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 ഇങ്ങനെ നീ ഇറന്നുകൊണ്ടിരിക്കണ്ട. നീ ഒറ്റ കാര്യം സൂക്ഷിക്കുക. കർത്താവേ ഇരിപ്പിലും നടപ്പിലും നിപ്പിലും കിടപ്പിലും ഒക്കെ ആ സാന്നിധ്യം രുചിക്കണം. എത്ര പേര് എൻ്റെ കൂടെ തയ്യാറാ? നിന്റെ വീടിനകത്ത് നടക്കുന്ന പൈശാചിക കളികളെല്ലാം ഇന്നത്തെ ആരാധനയെ ബ്രേക്ക് ആകണം. ഓ യേശുവിന്റെ നാമത്തില് ഇന്നിവിടെ ഒരു ദൈവ സാന്നിധ്യം റിലീസ് ആകട്ടെ. നിന്റെ മിനിസ്ട്രി മാറാൻ പോകും. ഈ ചിലരുടെ അടുക്ക നമ്മൾ ചെന്നാലേ നിങ്ങൾ ഈ ചില വിശ്വാസികൾ പോലും പാസ്റ്റർമാരെ വിട ചില വിശ്വാസികൾ പോലും എന്ത് ഭയങ്കര ദൈവ സാന്നിധ്യം കൊണ്ട് നടക്കുന്നവരാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വെച്ച നാട്ടുകാരുടെ മുഴുവൻ കൊതയും ഞൊണിയും എല്ലാം പറഞ്ഞ് പിന്നെ നാട്ടുകാരുടെ എല്ലാം കളിയാക്കി വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി സ്തോത്രം സഭയിൽ യോഗം വെച്ചപ്പോൾ അടി, ബന്ന് വിറ്റപ്പോൾ ബന്ന് കൊടുത്തപ്പോൾ അടി, സ്തോത്രം കമ്മിറ്റി കൂടി പാടി, സഭായോഗം കൂടി പാടി, മുഴുവൻ പേരുടെ ഞൊണയും കൊതി എല്ലാം പറഞ്ഞു പിടിപ്പിച്ചു. ഗ്ലോറി വിക്ടറി പ്രസംഗിക്കുമ്പോൾ ആമേൻ. എൻ്റെ പൊന്നു മോനെ നിന്റെ ജഡമൊക്കെ ഇവിടെ പരിശുദ്ധാത്മാവിനറിയാം. നിങ്ങൾ ശ്രദ്ധിക്കണം. വ്യക്തിപരമായ ലൈഫ് പാസ്റ്റർ ആയാലും ദൈവത്തിന് ഇന്നിവിടെ ശുശ്രൂഷിക്കുന്ന ആള് പാസ്റ്റർ ആണല്ലോ. ഇഗ്നോഷ്യസ് പാസ്റ്റർ ആണ്. ഞങ്ങൾ എത്ര പ്രസംഗിച്ചാലും ഞങ്ങൾ ദൈവ സാന്നിധ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ
നിങ്ങൾ പിശാചിന്റെ തന്ത്രം അറിയാമോ? നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഇല്ലായ്മപ്പെടുത്തുക. ഞങ്ങളോട് പോരാട്ടം ഇല്ലെന്നു, ഞങ്ങളോടൊക്കെ ഭയങ്കര പോരാട്ടമാണ്. പക്ഷെ അതിന്റെ കാര്യം എന്താ? ആ പോരാട്ടത്തെ ജയിക്കാൻ ഒരു ദൈവ സാന്നിധ്യം. എത്ര പേർക്ക് കൊതിയുണ്ട് കർത്താവേ? നിങ്ങറിയോ, ഈ ചില വിശ്വാസികളുടെയൊക്കെ അടുക്ക നമ്മൾ പോയാ അവരെന്നോ ദൈവ സാന്നിധ്യം സൂക്ഷിക്കുന്നവരാ, ഒരു വാക്ക് പറയത്തില്ല. ഞാൻ ഒരു മനുഷ്യനോട് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ വരെ പോയി. ഇത് എങ്ങനെ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പോകുന്ന വഴിക്ക് ആ പുള്ളിക്കാരൻ്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ അച്ചായ നെസ്കോഫിയുടെ പൊടി വാങ്ങിച്ചോണ്ടിരുന്നു പറഞ്ഞു. നെസ്കോഫിയുടെ. അപ്പം ഞാൻ ഇരിക്കുന്നതോട് പുള്ളി സ്പീക്കറായിട്ടേക്കുന്നത്, കാരണം ഡ്രൈവ് ചെയ്യുക. അപ്പം പുള്ളി ഞാനും കൂടെ ഒരു കാര്യം പറഞ്ഞ്, സത്യത്തിൽ പുള്ളി ഈ കാപ്പിപ്പൊടിയുടെ കാര്യം അങ്ങ് പൊന്നെ വീട്ടിൽ ചെന്ന് കയറി ഈ പുള്ളിക്കാരത്തി കാപ്പിപ്പൊടി കിട്ടിയില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയെ പറയാവുന്ന എല്ലാം പള്ളി പറഞ്ഞു. പുള്ളി അവിടെ ശാന്തനായിട്ട് ആ മൂലക്കിരിക്കുക. പോകാൻ നേരത്ത് പുള്ളിക്കാരത്തി പറഞ്ഞു, അച്ചായൻ വരുമ്പോൾ ഇച്ചിരി ഇഞ്ചിയൂടെ വാങ്ങിച്ചോണ്ടിരണമെന്ന് പറഞ്ഞു. എന്തുവാ ഇഞ്ചി? അപ്പം മോളെ 1/2 കിലോ വേണോ 1 കിലോ വേണോ? എന്നിട്ട് വണ്ടിയെ കയറി ഞാൻ പോയപ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞിരുന്ന് ഈ പുള്ളിയെ നോക്കി. എന്നാ പാർട്ടിയായി പുള്ളി. ഞാൻ ചോദിച്ചു, ആ പറഞ്ഞൊന്നും കേട്ടില്ല? ഇല്ല, ഞാൻ ഒന്നും കേട്ടില്ല, ഇഞ്ചിയുടെ കാര്യം മാത്രമേ. എന്റെ ഭാര്യ ചൂടാകുമ്പോ എന്റെ ചെവി അങ്ങ് അടയും തന്നെ. അതെന്താ കാര്യം? ബ്രദറെ, എനിക്ക് സ്വർഗത്തിൽ പോണം. എനിക്ക് എവിടെ പോണം? ഓ, ഞാൻ പറഞ്ഞ അച്ഛാ വണ്ടി ഒന്ന് നിർത്താവോ, ഒന്ന് ഇറങ്ങി വരാം. എന്തിനാ? ഇയാളെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. എന്നാ കാര്യം? വീടളകിയാലും നാടളകിയാലും അവന്റെ മേൽ പകർന്ന ദൈവ സാന്നിധ്യം അവൻ കളയത്തില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എല്ലാ യോഗത്തിലും വന്ന് പറയുക, കർത്താവേ നിറഞ്ഞവളായി ഞാൻ പോയതാ, ഇപ്പൊ ഒഴിഞ്ഞവളായി വന്നേക്കുക, പിന്നെ എന്നെ നിറക്കണേ. ഓവർഫ്ലോ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്വതന്ത്രം. ഈ ഒരു പാത്രത്തിൽ വെള്ളം നിറഞ്ഞാൽ അത് നിറഞ്ഞ് കവിയുമ്പോഴാണ് ഓവർഫ്ലോ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ നിന്നിൽ പകർന്നത് ഒരിക്കലും നഷ്ടമാകരുത്. ഞാനിവിടെ ആത്മാവിൽ കാണുന്ന ഒരു കാഴ്ച നിന്നോട് പറയാം. നീ ലൈഫിൽ എന്തു നേടിയാലും, ഞാൻ നിന്നോട് പറയാം, 10 കോടി ബാങ്കിലുണ്ടെങ്കിലും ഒരു കുഞ്ഞു രോഗം വന്നാൽ മതി 10 കോടി ആശുപത്രിക്കാർ വാങ്ങിക്കും. എന്നാൽ ഇതൊന്നുമില്ലെങ്കിലും ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെട്ടവനിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. രക്ഷിക്കപ്പെട്ടവനിൽ നടക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. എത്ര പേര് ആമീൻ പറയും? പിശാച് ഒത്തിരി പേരെ കുഴച്ചു മറിച്ച് ജീവിതം ദണ്ണിപ്പിച്ച് ബന്ധിച്ചിട്ടിരിക്കുക. എന്നാൽ ദൈവാത്മാവ് പറയുക, അതിനിടയ്ക്കും ചിലർ ദൈവ സാന്നിധ്യം സൂക്ഷിക്കുക. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റുമോ? നിനക്ക് ചുറ്റും നിന്ന് എല്ലാരും വെല്ലുവിളിച്ചാലും നീ മിണ്ടാതിരുന്നോണം. അവരെ പോലല്ല, നീ വ്യത്യസ്തരാ. രാത്രി മുട്ടുകുത്തി കൈ ഉയർത്തി പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ സാന്നിധ്യം എന്റെ മേലൊന്ന് വരട്ടെ. നിങ്ങൾക്കറിയാമോ, ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു മനുഷ്യൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചാൽ, ഞാനൊരിക്കല് ബഹറിനി പ്രസംഗം, ബഹറില് ദൈവത്തിന് സ്തോത്രം, പ്രസംഗം ചെന്നപ്പം ഒരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയുടെ വീട്ടിൽ പോയപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് നിങ്ങൾ ഓർക്കൊണ്ടോ ഈ 4 പാളി കഥക. 4 പാളി എന്ന് പറഞ്ഞാൽ ഒരു പാളി തുറന്നിട്ടേക്കും, എന്നിട്ട് 3 അടച്ചിട്ടേക്കും. പിന്നെ ഇച്ചിരൂടെ ആർക്കെങ്കിലും 2 പേർക്ക് നിൽക്കണേ 2ാമത്തെ പാളി തുറക്കും. പിന്നെ ഒരാൾ ഗസ്റ്റ് വരും, വന്ന് 1 പാളി തുറന്ന് കയറ്റും. ഓർക്കുന്നുള്ളൂ 4 പാളി കഥ. ഇതുപോലെ അവര് താമസിക്കുന്ന റൂമിന്റെ ഹോളിനകത്തുനിന്ന് ആ റൂമിലോട്ട് കയറുന്നിടത്ത് 4 പാളി കഥക, 2 പാളി കഥക് തുറന്നിട്ടേച്ച് ഒരു പെങ്കൊച്ചിങ്ങനെ നിൽക്കുക. മൂത്ത പിള്ളേരെല്ലാം വന്ന് ഇങ്ങനെ ഇരുന്നു. 4 പെൺപിള്ളേരാ മൊത്തം. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ മോൾ എന്നാ വരാത്തതെന്ന് ചോദിച്ചു. അവൾക്കൊരു കുഴപ്പമുണ്ട്. അവൾ ജനിച്ചപ്പോൾ അവൾക്കൊരു കുഴപ്പം പറ്റി. കാലിന്റെ നമ്മുടെ മുട്ടുള്ള ഭാഗത്ത് അവൾക്ക് മുട്ടില്ല, ഏറ്റവും താഴെ ഭാഗത്താ മുട്ട്. അതുകൊണ്ട് അവൾ നടക്കുമ്പം ഒരു പൊങ്ങിയും താന്നുമേ നടക്കത്തുള്ളൂ. ഭയങ്കര സുന്ദരി ഒരു പെണ്ണ്. ഒത്തിരി ദേവദാസന്മാര് പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണം. പിന്നീട് 3.5 വർഷം കഴിഞ്ഞ് വീണ്ടും ഞാൻ ബഹ്റിനിൽ ചെന്നപ്പം ഈ പെങ്കൊച്ച് കാർ ഓടിച്ച് എന്നെ കൊണ്ടുപോകാൻ വന്നേക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ
നിന്റെ കാല് ശരിയായോ? അത് വീട്ടിൽ വന്നിട്ട് ഡാഡി പറയുമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നിട്ട് അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ പറഞ്ഞു, പാസ്റ്ററെ മോക്കൊരു അത്ഭുതം നടന്നു. അച്ഛാ, എന്നാ അത്ഭുതം? നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ദിവസം ലവ് വേൾഡ് എന്ന് പറയുന്ന ചാനല്, പാസ്റ്റർ ക്രിസിന്റെ ചാനല് ഞങ്ങൾ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം മോൾ അപ്പനോട് പറഞ്ഞു, ഡാഡി നമുക്ക് ഈ വെക്കേഷന് നൈജീരിയ പോവാം. എന്തിനാ? ക്രിസ്തങ്ങളുടെ മീറ്റിംഗ് നമുക്കൊന്ന് കൂടാം. അങ്ങനെ 7 ദിവസം മീറ്റിംഗ്, 6 ദിവസം മീറ്റിംഗിൽ അവർ കൂടി. 7-ാം ദിവസം ക്രിസ് വരുക. അന്ന് വരെ ഹോട്ടലിൽ നിന്ന് ചർച്ചിലേക്ക് വരേണ്ട വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അവർ വന്ന് കയറിയപ്പോൾ ലേറ്റ് ആയിപ്പോയി. അപ്പോഴത്തേക്ക് പാസ്റ്റർ ക്രിസ് മീറ്റിങ്ങിന് മുമ്പുള്ള വർഷിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. പുള്ളി പ്രസംഗിക്കാൻ തുടങ്ങുക. ഇനി ആ പെൺകുട്ടി സാക്ഷി പറയാ, ഹോളിനകത്തോട്ട് വന്നു കയറി. ഒരു 2000 പേര് നിറഞ്ഞു നിൽക്കുന്ന ഹോളാ. അതിനകത്തോട്ട് വന്നു കയറിയപ്പോ പുള്ളിക്കത് അയ്യോ ഡാഡി എന്ന് പറഞ്ഞ് അവള് മറിഞ്ഞ് താഴെ വീണു. എന്തുവാണെന്ന് നോക്കിയപ്പോ അവള് പറയാ, എന്റെ കാലേ കൂടെ ഒരു തീ പോയി. ശ്രദ്ധിച്ചു കേൾക്കണം ലോഡ്. അവള് ഓടിപ്പോയി ഒരു റൂമിൽ കയറി വാതിലടച്ച് തന്റെ ജീൻസ് മേപ്പോട്ട് പൊക്കി നോക്കിയപ്പോ സാധാരണ മുട്ടുവെന്നിടത്ത് മുട്ടുണ്ടായി. ലവ് വേൾഡിന്റെ ചാനൽ 5 വർഷം ഈ പെങ്കൊച്ച് ഓടി വരുന്നത് കണ്ട ലോകം മുഴുവൻ കാണിച്ചുകൊണ്ടിരുന്നേ. ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞത്? ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ സൗഖ്യമുണ്ട്. ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ദൈവപ്രവൃത്തിയുണ്ട്. ഇന്നലെ ചൊവ്വാഴ്ച ഞാൻ ട്രിവാൻഡ്രത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോ സ്തോത്രം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ എൻ്റെ അടുക്ക കൊണ്ടുവന്നു. അവരെന്നോട് പറഞ്ഞു, പാസ്റ്ററെ 1 വർഷം മുമ്പ് ഈ കുഞ്ഞ് തൊണ്ട തൊട്ട് താപ്പൊട്ട് ഫുള്ള് തളർന്നുപോയി. മെഡിക്കൽ കോളേജും ദൈവത്തിന് സ്തോത്രം ട്രിവാൻഡ്രത്തെ എല്ലാ ഹോസ്പിറ്റലും ഈ കുഞ്ഞിനെ കൈവിട്ടു. ഒരു ടിവിയും വെച്ചു കൊടുത്ത് ഈ കുഞ്ഞിനെ പ്രസംഗം കേൾപ്പിച്ചുകൊണ്ട് കിടത്തി. എത്ര 1 വർഷം. എന്നാൽ കഴിഞ്ഞ മാസം ലോർഡ് എൻ്റെ കുഞ്ഞിന്റെ ശരീരത്തിന് ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പാസ്റ്റർ കണ്ടോ, ആരും പിടിക്കാതെ അവൻ നടന്ന് അങ്കിളിലെ പാസ്റ്ററെ കാണാൻ വന്നേക്കുന്നേ. എന്താ കാര്യം? ഒരുത്തൻ ദൈവ സാന്നിധ്യം അനുഭവിച്ചാൽ, ഓ ഹല്ലേലൂയ, രോഗസൗഖ്യത്തിന് എങ്ങും തേടി പോകണ്ട. നീ ഇരിക്കുന്നിടത്ത് സൗഖ്യം നടക്കും. ഈ സാന്നിധ്യം നിന്നെ പൊതിയണം. ഓ, തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഒറ്റ കാര്യം പ്രസംഗിച്ച് നിർത്താൻ പോവുക. ഇന്ന് ചിലരെ ദൈവ സാന്നിധ്യം പൊതിയാൻ പോവുക. ഓ യേശുവിനെ, നിന്റെ വീട്ടിലോട്ട് നീ ഇന്ന് ചെല്ലുമ്പോൾ ചില ദുഷ്ടശക്തികൾ നിന്നെ കാണുമ്പോ വഴിമാറണം. ഓ യേശു, ഹല്ലേലൂയ. തിരിച്ചറിവുള്ളവർക്കാ യെസ് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ആ സാന്നിധ്യം എന്റെ മേലൊന്ന് വരട്ടെ. ആ ദൈവ സാന്നിധ്യം കൊതിയാണപ്പാ, കൊതിയാണപ്പാ, സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻഹിതങ്ങൾ ചെയ്യുവാൻ. കൊതിയാണപ്പാ, 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 നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻഹിതങ്ങൾ ചെയ്യുവാൻ. നിങ്ങളൊരു 10 minutes എന്നെ ശ്രദ്ധിച്ച് ഞാൻ തോതു നിർത്താൻ പോവാ. താങ്ക് യു ലോർഡ്. ലൈഫിൽ എന്തു വില കൊടുത്തു ദൈവ സാന്നിധ്യം ലൈഫിൽ ബാലൻസ് ചെയ്യണം. ശിംശോൻ ചുമക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഇല്ലായ്മപ്പെടുത്തുന്നതാണ് കൂലിക്കാരിയായ ദലീലായുടെ നോട്ടം. ജ്ഞാനം കൊണ്ട് സദസ്സിളക്കിയ ശലോമോനെ സാധാരണക്കാരനാക്കുന്നതാണ് ജാതീയ ശക്തിയുടെ നോട്ടം. അല്ലാതെ നിന്റെ വീടിന്റെ മേക്കൂര ഇടിഞ്ഞു വീഴുന്ന ഒന്നുമല്ല. നിന്റെ കൊച്ചിന്റെ കുടുംബജീവിതം കളയുന്ന ഒന്നുമല്ല.
ഞാനൊരു കാര്യം പറയാം, ദൈവ സാന്നിധ്യത്തിനകത്ത് ഒരു ദുഷ്ടശക്തി വർക്ക് ചെയ്യത്തില്ല. ചിലതൊക്കെ ഇന്ന് ഫ്രീസ് ആകണം, ചിലതൊക്കെ ഇന്ന് സൈലന്റ് ആകണം. ഓ താങ്ക് യു ലോർഡ്. ഞാനൊരു വെളിപ്പാട് പറയാം, നീ പാർക്കുന്ന വീടിരിക്കുന്ന മണ്ണിനകത്ത് വരെ ഇന്ന് ദൈവ സാന്നിധ്യം പെയ്തിറങ്ങണം. ഓ ഹല്ലേലൂയ. ഞാൻ ഇനി ഇച്ചിരുടെ ഗഹനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. യോശുവ വേദപുസ്തകത്തിലെ ഏറ്റവും കരുത്തനാകാൻ കാരണം ദൈവ സാന്നിധ്യം പ്രാപിക്കാനുള്ള കൊതിയാണ്. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്ത് ചോദിച്ചാൽ ദൈവ സാന്നിധ്യം പ്രാപിക്കാൻ കൊതിയുണ്ടോ എന്ന് ചോദിച്ചേ. ഉണ്ടോ മോനെ? ഒരു ദൈവദാസൻ വാസ്തവമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഗത്തിന് ആള് കൂടണമെന്നല്ല, ദൈവ സാന്നിധ്യം. ഇനി ദൈവ സാന്നിധ്യം ഇറങ്ങണ്ടോ ഇറങ്ങിയ ആള് കൂടും. മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എപ്പോഴേലും അപ്പോസ്തല പ്രവൃത്തി 2:2 വായിക്കണം. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. എന്ത്? ഈ സാന്നിധ്യം. മീറ്റിംഗ് പ്രസംഗ സമയമായപ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം, 3000 പേർ സ്നാനത്തിലേക്ക് വരത്തക്കവണ്ണം 3 ലക്ഷം ജനം അവിടെ കൂടി. അപ്പൊ ഒരു കാര്യം പഠിച്ചോ, നിന്റെ ലൈഫ് മാറും ദൈവ സാന്നിധ്യം നിന്റെ മേൽ വീണാൽ. ഓ ഹല്ലേലൂയ. ഈ ചില കടബാധ്യത ഉള്ളവരൊക്കെ എന്നോട് ചോദിക്കും, പാസ്റ്റേ രക്ഷപ്പെടുവോ? ഞാൻ പറഞ്ഞു, രക്ഷപ്പെടണേ ദൈവ സാന്നിധ്യത്തിൽ നിറയണം. ചിലരെയൊക്കെ ലൈഫിൽ നമ്മൾ അങ്ങോട്ട് ചെന്നാല് ചിലയിടത്താണെ ഭയങ്കര പ്രസംഗവും പാട്ടും ഗ്ലോറിയും രക്തവും ആരാധന, വീട്ടിൽ ചെന്ന് കൂട്ട അടിയ ചില്ലക്ഷരം വരെ ചേർത്ത് വിളിക്കും. ദുഷ്ടൻ അങ്ങ് പ്രവർത്തിച്ച അല്ല, നീ ദൈവ സാന്നിധ്യം ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല. ചുമ്മാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഇടയ്ക്ക് പറയും പ്രൈസ് ദി ലോർഡ്, കർത്താവ് പ്രവർത്തിക്കും കേട്ടോ. എവിടാ? എന്റെ പൊന്നു മോനെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു പ്രവൃത്തിയും നടക്കുകയില്ല. ദൈവ സാന്നിധ്യം സൂക്ഷിക്കുന്നവർ. ഞാൻ കനസിനെ നല്ലതായിട്ട് കാണണം, ദൈവ സാന്നിധ്യം സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ. ഞാൻ മോൻസിയെ നല്ലതായിട്ട് കാണണം, നിങ്ങളെ നല്ലതായിട്ട് കാണണം, നിങ്ങൾ എന്നെ നല്ലതായിട്ട് കാണണം. അതിന്റെ കാരണം എന്നാ? ദൈവ സാന്നിധ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. ഓ ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, ദൈവം ഒരാളെ ഉപയോഗിക്കുന്നതിന് മുമ്പ്, ഈ കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, പുള്ളി വലിയ പ്രവാചക ശുശ്രൂഷയുള്ള ആളാണ്. പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ 16 വർഷം പാസ്റ്ററായിരുന്നു. ഞാൻ നല്ല കാര്യമാണ്. എന്നാ കഴിഞ്ഞ 1 വർഷം പുറകില്ല ഞാൻ ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു. അപ്പൊ എന്തുവായി? ഇപ്പോൾ എന്നോട് ദൈവം എന്നും ഇടപെടുക. ഞാൻ നിങ്ങളോട് പറയാം, വിശ്വാസികളോട് പറയാം, ലൈഫിൽ ഒന്നും നേടിയില്ലെങ്കിൽ ദൈവ സാന്നിധ്യം. പൊത്തിഫറിന്റെ വീടിനെ സ്വർഗമാക്കിയത് യോസഫിന്റെ മേൽ കിടക്കുന്ന ദൈവ സാന്നിധ്യമാ. ഓ യേശുവിന്റെ നാമത്തില് ഇന്ന് നിന്റെ മേൽ കിടക്കുന്ന ദൈവ സാന്നിധ്യം നിന്റെ വീടിനെ സ്വർഗമാക്കട്ടെ, നിന്റെ തലമുറയെ. യേസ്, എന്നോട് കർത്താവ് ഒരു വെളിപ്പാട് തരിക. ചില കുടുംബങ്ങളെ ദണ്ഡിപ്പിക്കുന്ന പൈശാചിക ആത്മാവ് വിട്ടുപോകണം. നിന്റെ കുടുംബത്തെ നശിപ്പിച്ച, നിന്റെ ബിസിനസിനെ നശിപ്പിച്ച, നിന്റെ ഉയർച്ചയെ നശിപ്പിച്ച, നിന്റെ അനുഗ്രഹങ്ങളെ നശിപ്പിച്ച ആ പൈശാചിക സാന്നിധ്യം ഇന്നു പകലത്തെ ആരാധനയിൽ ഫ്രീസാണ്. ഓ താങ്ക് യു ലോർഡ്. നിന്റെ ചിന്ത പോലും ദൈവ സാന്നിധ്യത്തില്, നിന്റെ നോട്ടം ദൈവ സാന്നിധ്യം.
ഓ യേശുവിന്റെ നാമത്തില് നിന്റെ വീട്ടിൽ ദൈവകൃപ നശിപ്പിക്കുന്ന ഒരു വ്യാപാരമുണ്ട്. നിന്റെ കുടുംബത്തിൽ ദൈവകൃപ നശിപ്പിക്കുന്ന ഒരു വ്യാപാരമുണ്ട്. ഇന്ന് അതിനെ ബ്രേക്ക്. ഓ ഹല്ലേലൂയ. ഒരു ചെറിയ സമയം കൊണ്ട് ഒരു ദൂത് പറയുന്നത്. കൊതിയുണ്ടോ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ? ഞാൻ ഉറപ്പ് തരാം, നിന്റെ ജീവിതം മാറും. ദൈവ സാന്നിധ്യം മെയിൻറ്റെയിൻ ചെയ്യണം, സൂക്ഷിക്കണം, അർദ്ധരാത്രിയെ പകലാക്കണം. ഓ യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽ ഇരുമ്പഴിക്കകത്ത് പൗലോസ് വീണാലും ഇരുമ്പഴിയെ രക്ഷാസ്ഥലമാക്കി മാറ്റും. അതാ വ്യക്തിയുടെ മേൽ കടക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ഓ ഹല്ലേലൂയ. ഞാനൊരു വാക്ക് പറഞ്ഞു നിർത്താം. ലൈഫിൽ എന്തു നഷ്ടപ്പെട്ടാലും ദൈവ സാന്നിധ്യം. യോബിനെ ഒരു കൂട്ടുകാരൻ യോബ് തകർന്നടിഞ്ഞു നിൽക്കുമ്പോഴേ യോബിനോട് ചെന്ന് പറയാ, യോബേ, മിണ്ടാതിരുന്ന് ദൈവത്തിന്റെ അത്ഭുതത്തെ ചിന്തിച്ചു. മിണ്ടാതിരുന്ന് ഭാര്യ വരെ കളഞ്ഞിട്ട് പോയി, പിള്ളാര് മുഴുവൻ മരിച്ചു മൺമറഞ്ഞു, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. പറയുക, നീ മിണ്ടാതിരുന്ന് എന്തോ വേണം? ദൈവത്തിന്റെ അത്ഭുതത്തെ നിന്റെ മനോമുഖരത്തിട്ട് ധ്യാനിക്ക. 100 പ്രശ്നങ്ങൾ നിന്നെ കടിച്ചു കീറാൻ നിന്റെ മുമ്പിൽ കലിതുള്ളി നിൽക്കുമ്പോഴും ദൈവ സാന്നിധ്യത്തെ മനസ്സിലിട്ട് അമ്മാനമാണ്. ഓ യേശുവിന്റെ നാമത്തില് അറേബ്യൻ മരുഭൂമിയിൽ വെച്ച പൗലോസ് ഈ സാന്നിധ്യത്തിൽ 3-ാം സ്വർഗം വരെ പോയെങ്കിൽ ഇന്ന് വിടിരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, നിന്റെ ചരിത്രം തിരുത്തുന്ന ദൈവ സാന്നിധ്യം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഞാൻ മനസ്സ് വെച്ചേലെ എൻ്റെ ലൈഫിൽ ദൈവ സാന്നിധ്യം സൂക്ഷിക്കാൻ പറ്റും. കെനസ് ഒരുപക്ഷെ എൻ്റെ കൂടെ കൂടുന്നത് എൻ്റെ ദൈവ സാന്നിധ്യത്തെ തള്ളിക്കളയാനായിരിക്കാം. പക്ഷേ കെനസും മോൻസിയും അവരോടൊരു 10 പേരൂടെ കൂടിയാലും എന്റെ ദൈവ സാന്നിധ്യം പോകാതെ സൂക്ഷിക്കേണ്ടത് എന്റെ മാത്രം കടമയാണ്. കെനസ് വിവാഹിതനാ, മോൻസി വിവാഹിതനാ. ചിലപ്പോ കെനസിന്റെ ഭാര്യ ദൈവ സാന്നിധ്യം തല്ലിക്കെടുത്തുന്ന ആളായിരിക്കാം. അല്ലെങ്കിൽ കെനസിനെക്കാട്ടി വലിയ ദൈവ സാന്നിധ്യം വഹിക്കുന്ന ആളാകാം. നിന്റെ കുടുംബജീവിതമോ, നിന്റെ സഭാ ജീവിതമോ, നിന്റെ ജോലി സ്ഥലമോ, നിന്റെ ഫ്രണ്ട് സർക്കിളോ ഒന്നും നീ പ്രാപിച്ച കൃപ നിന്റെ അകത്തൊന്ന് തല്ലിക്കെടുത്താൽ സമ്മതിക്കരുത്. ഞാൻ നിങ്ങളോടൊരു ഉറപ്പ് തരാം, അടുത്ത 1 മാസക്കാലം അങ്ങനെ എന്നോട് കർത്താവ് പറയാൻ പറയുക, ലോർഡ്
നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിച്ച് നാം എത്ര, ഞാനിപ്പോ കെനസിനെ നന്നാക്കാൻ തീരുമാനിച്ചാൽ രാത്രിയും പകലും ഞാൻ വായിട്ടടച്ചാലും കെനസ് നന്നാകത്തില്ല. കെനസ് നന്നാകണേ, കെനസിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. സക്കായി കാട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ആരും ഒന്നും പറഞ്ഞില്ല. അവൻ തന്നെ വാവിട്ട് കരഞ്ഞു പറയുക, ചതിവായി വല്ലതും വാങ്ങിച്ചെങ്കിൽ 4 മടങ്ങ് തിരിച്ച. എന്താ കാര്യം? ആ ദൈവ സാന്നിധ്യം അടുക്കുമ്പോ എത്ര തെറ്റ് ചെയ്തിട്ടും പാപം ചെയ്തിട്ടും ഒരു കുറ്റബോധവും ഇല്ലാതെ കൈയടിക്കുന്നവരോടൊക്കെ ഞാൻ പറയുക, സ്നേഹിക്കണം. ദൈവ സാന്നിധ്യത്തിൽ വന്ന തന്നെ കുറ്റബോധം ഉണ്ടാവും, തന്നെ ഏറ്റുപറയും, ആരും കാണാതെ നെടുമ്പാട് വീഴും. നിങ്ങൾക്കറിയാമോ, ഈ കൂട്ടത്തിന്റെ നടുവിൽ ആഴമേറിയ ഒരു ദൈവ സാന്നിധ്യം. ജീസസ്, മോശ പർവ്വത മുകളിൽ കത്തുന്ന തീ പോലുള്ള സാന്നിധ്യം കയറിയത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനാ. 3-ാം സ്വർഗം വരപ്പായ പൗലോസ് പറയാൻ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച്. ഇന്ന് പകൽ മനുഷ്യനിൽ നിന്ന് പ്രാപിച്ചത് വേണ്ട, ഗൂഗിളിൽ നിന്ന് പ്രാപിച്ചത് വേണ്ട, നീ പ്രാപിച്ചത് മേളിൽ നിന്ന്. ഒന്നുകൂടെ കൈ ഉയർത്തിക്കൊണ്ട് ആ സാന്നിധ്യത്തെ ഒന്ന് സ്വാഗതം ചെയ്യാം. ലവ് യു ഫാദർ. സാന്നിധ്യമല്ല വേറൊന്നും വേണ്ട, നിൻ സാന്നിധ്യമല്ല വേറൊന്നും വേണ്ട, നിൻ കൃപയല്ലാതെ ശക്തിയല്ലാതെ, നിൻ കൃപയല്ലാതെ നിൻ ശക്തിയല്ലാതെ, നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പ, നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ട, നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ട. ഞാൻ ഈ പ്രസംഗം നിർത്തുമ്പോ നിങ്ങൾക്ക് നേരെ വിരളി ചൂണ്ടി ഒരു ദൂത് പറഞ്ഞിട്ട് നിർത്തുക. ഒരു കുറവ് നിന്നെ കുറിച്ച് പറയാനുണ്ട്, ഒറ്റ കുറവ്. ആ കുറവ് നിനക്ക് ദൈവ സാന്നിധ്യം സൂക്ഷിക്കാൻ പറ്റുന്നില്ല. അത് ഏതു വഴിയാ വഴുതി പോകുന്നെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ആ വാതിൽ അടക്കണം. സങ്കീർത്തനക്കാരൻ പറഞ്ഞ, എന്നെ പിന്തുടരുന്നവരുടെ വഴികളെ കുന്തമൂരി അടയ്ക്കണം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ബ്രദർ, ദൈവ സാന്നിധ്യം ഇല്ലാതെ നീ കോടീശ്വരനായാലും നീ സീറോയാ. ദൈവ സാന്നിധ്യം ഇല്ലാത്ത നിനക്ക് എത്ര വലിയ ആരോഗ്യം ഉണ്ടായാലും നീ സീറോയാ. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ രോഗമുണ്ടെങ്കിലും നീ ജീവിക്കും. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ കടമുണ്ടെങ്കിലും നീ ജീവിക്കും. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ വെല്ലുവിളി ഉണ്ടെങ്കിലും നീ ജീവിക്കും. വേണ്ടത് ദൈവ സാന്നിധ്യമാണ്. അടുത്ത ദിവസങ്ങളിൽ നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ കുടുംബജീവിതത്തിൽ, ഞാൻ ഏതെങ്കിലും സെഷനിലൊക്കെ ദൈവ സാന്നിധ്യത്തെ വിവിധ തലങ്ങൾ എടുക്കാം. ഹല്ലേലൂയ. ആ സാന്നിധ്യം രുചിക്കണം. നിന്റെ സന്തതി, ആ രാജ്യം ആ സാന്നിധ്യം രുചിക്കണം. പിന്നെ ഒരു പദ, അവരുടെ മേൽ ഒരു മേഘം നിഴലിട്ടു. നിഴൽ, എന്റെ കൈയുടെ നിഴല് ഈ സ്ക്രീനിൽ കാണാം. നിഴലിന്റെ പിമ്പിൽ ഒരു കൈയുണ്ട്. 3, അവർ ഒരു ശബ്ദം കേട്ടു. എന്തുവാ കേട്ടെ? നിന്റെ നോട്ട ഇവനിലായിരിക്കണം, നോക്കിയാൽ നീ ജയിക്കും. ചില വീടുകൾക്കകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ദൈവ സാന്നിധ്യം. സത്യത്തിൽ മീറ്റിംഗ് നിർത്താൻ മനസ്സ് വരുന്നില്ല. ലോർഡ്, സാന്നിധ്യം ഇവിടെ പെയ്തിറങ്ങട്ടെ. ഞാൻ ആദ്യ സെഷൻ എടുത്തത്, എനിക്കിന്ന് രാത്രി മേട്ടുപ്പാളയത്തെ കൺവെൻഷൻ. ഇവിടുന്ന് 6 മണിക്കൂർ യാത്രയല്ലേ മേട്ടുപ്പാളയത്ത് എത്തത്തുള്ളൂ. എന്നാലേ അവിടെ കൺവെൻഷന് കയറാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഭാഷ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒന്ന് ആരാധിക്കാൻ പോവാ. ഇതിനകത്ത് മഹത്വം ഇറങ്ങാൻ പോവാ. ഒരു ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാ. യേശുവിന്റെ നാമത്തില്. എത്ര പേർക്ക് ആഗ്രഹമുണ്ടാ ദൈവ സാന്നിധ്യം? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടാ ദൈവ സാന്നിധ്യം? നമ്മൾ കരമടിച്ചൊരു പാട്ട് പാടാൻ പോവാ. തികഞ്ഞ ദൈവ സാന്നിധ്യം മഴ പോലെ ഇതിനകത്ത് പെയ്തിറങ്ങാൻ പോവാ. ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ഒന്ന് പാടിക്കേ. ആ ദൈവ സാന്നിധ്യം നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ.
അനുഭവം പോ അതിശയം ലോകത്തിൽ നാടം നീടുവാൻ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നാടം നീടുവാൻ ആദിയിൽ എന്ന പോലാത്മാവേ അമിതബലം തരണേ ആദിയിൽ എന്ന പോലാത്മാവേ അമിതബലം തരണേ ചേർന്ന് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ